ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മുടെ വണ്ടിയുടെ വീൽ ബെയറിംഗ് പോയി കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കത് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വണ്ടി ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. അപ്പോൾ വണ്ടിയുടെ സൗണ്ട് വ്യത്യാസമാണ് നമുക്ക് വീൽ ബെയറിംഗ് പോയ പോലെ നമുക്ക് ഫീൽ ചെയ്യണത്. അതായത് നമ്മൾ 4 വിൻഡോ നമ്മൾ പൊക്കി വെച്ചാണ് വണ്ടി ഓടിക്കുന്നതെങ്കിലും നമ്മുടെ വിൻഡോസ് താത്തി വെക്കുമ്പോൾ എയർ കയറുന്ന ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും. അതേപോലത്തെ ഒരു സൗണ്ടാണ് നമ്മുടെ വീൽ ബെയറിംഗ് പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലിംഗ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാനത് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. സോ വെൽക്കം ടു മൈ ചാനൽ. ഈ കംപ്ലയിൻറ്റ് കിട്ടണമെങ്കിൽ ഒരു 50-60 സ്പീഡിൽ പോയാലും നമുക്ക് ഈ കംപ്ലയിൻറ്റ്, അതായത് നമുക്ക് ഈ സൗണ്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ഒന്ന് ഒരു 50-60 സ്പീഡിലാണ് ഇപ്പോൾ ഓടിക്കാൻ പോകുന്നത്. ഈ സൗണ്ടാണ് നമുക്ക് കിട്ടണമെങ്കിൽ ആക്സിൽ ബെയറിങ്ങോ വീൽ ബെയറിങ്ങോ അങ്ങനെ ഏതെങ്കിലും ബെയറിംഗ് ആയിരിക്കും പോയേക്കണത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഏത് വീലിനെയാണ് പോയേക്കണമെന്ന് അറിയാനായിട്ട് നമുക്ക് വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വണ്ടി കിടക്കുന്ന പൊസിഷനിൽ വെച്ച് തന്നെ നമുക്ക് ഓരോ ടയറിലും പിടിച്ച് ഷെയ്ക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഏത് ടയറിലാണ് കൂടുതൽ ഷെയ്ക്ക് ഫീൽ ചെയ്യണത് അതിൻ്റെ ബെയറിംഗ് ആയിരിക്കും പോയേക്കണത്. ഇനിയിപ്പോൾ ഈ സെയിം സൗണ്ട് വീൽ ബെയറിംഗ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ടയർ നോയ്സ് ഉണ്ടെങ്കിലും ഈ സെയിം സൗണ്ടാണ് കിട്ടണത്. ടയറിൻ്റെ എയർ കട്ടിങ് നോയ്സ് വന്നാലും ഈ സെയിം സൗണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഉറപ്പുവരുത്താനാണ് നമ്മൾ വീലിൽ ഷേക്ക് ചെക്ക് ചെയ്യണത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.